നമസ്കാരം. വിന്നേഴ്സ് അക്കാഡമി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങളാണ്. അതായത് നമുക്കറിയാം, വർഷങ്ങൾ PSC എപ്പോഴും എല്ലാ പരീക്ഷയിലും ചോദിക്കുന്നതാണ് വർഷങ്ങൾ, അല്ലെ? അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ വാസ്കോഡഗാമ ഇന്ത്യയിൽ വന്നതു മുതൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് വരെയുള്ള കാലഘട്ടത്തില്, വാസ്കോഡഗാമ ഇന്ത്യയിൽ വന്നതു മുതൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച നാൾ വരെയുള്ള ആ കാലഘട്ടത്തിലെ വർഷങ്ങളാണ്, പ്രധാനപ്പെട്ട വർഷങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വിന്നേഴ്സ് അക്കാഡമി ഓൺലൈൻ ക്ലാസ്സസ്, എല്ലാ സബ്ജക്റ്റിന്റെയും ടോപ്പിക് വൈസ് ക്ലാസുകൾ ഈ ചാനലിൽ ലഭ്യമാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട വർഷങ്ങളാണ് വാസ്കോഡഗാമ വന്നത് മുതലുള്ള വർഷങ്ങൾ. അപ്പൊ ആദ്യത്തെ വർഷം നോക്കാം. വാസ്കോഡഗാമ ഇന്ത്യയിൽ വന്നത് എന്നാണ്? 1498. 1498 വാസ്കോഡഗാമ ഇന്ത്യയിൽ വരുന്നത്. വാസ്കോഡഗാമ ഇന്ത്യയിൽ വന്ന വർഷം 1498. എവിടെയാണ് വാസ്കോഡഗാമ വന്നത്? കോഴിക്കോട് ജില്ലയിലെ കപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് വാസ്കോഡഗാമ ഇന്ത്യയിൽ വന്നത്. അപ്പൊ ആദ്യത്തെ വർഷമാണ് 1498. 1498ന്റെ പ്രത്യേകത, വാസ്കോഡഗാമ ഇന്ത്യയിൽ വന്ന വർഷമാണ് 1498. അടുത്ത വർഷമാണ് 1502. 1502ന്റെ പ്രത്യേകത എന്താണ്? 1502 വാസ്കോഡഗാമ രണ്ടാമത്തെ തവണ ഇന്ത്യയിൽ വന്നത്. അപ്പൊ 1498 വാസ്കോഡഗാമ ആദ്യം ഇന്ത്യയിൽ വന്ന വർഷം, 1502 വാസ്കോഡഗാമ രണ്ടാമത് ഇന്ത്യയിൽ വന്ന വർഷം 1502. അടുത്തതാണ് 1503. 1503ന്റെ പ്രത്യേകത, 1503ന്റെ പ്രത്യേകത, ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ ആദ്യമായിട്ടൊരു കോട്ട നിർമ്മിച്ചു. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏത് കോട്ടയാണ്? വൈപ്പിൻ കോട്ട. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യ കോട്ട വൈപ്പിൻ കോട്ട. വൈപ്പിൻ കോട്ട, വൈപ്പിൻ കോട്ട, കൊച്ചി കോട്ട, ആയിക്കോട്ട എന്നൊക്കെ അറിയപ്പെടുന്ന കോട്ടയാണ് ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ ആദ്യം നിർമ്മിച്ച കോട്ട, വൈപ്പിൻ കോട്ട. വൈപ്പിൻ കോട്ട, ആയിക്കോട്ട, കൊച്ചി കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നതാണ് വൈപ്പിൻ കോട്ട. അപ്പൊ 1503 ഇന്ത്യയിലെ പോർച്ചുഗീസുകാർ ആദ്യ കോട്ട നിർമ്മിക്കുന്നത്. ഈ കോട്ടയുടെ മറ്റു പേരുകളാണ് മാനുവൽ കോട്ട, ആയിക്കോട്ട, കൊച്ചി കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നതാണ് വൈപ്പിൻ കോട്ട. 1503 പോർച്ചുഗീസുകാർ നിർമ്മിക്കുന്നത്. അപ്പൊ 1498 ഇന്ത്യയിൽ വാസ്കോഡഗാമ വന്ന വർഷം, 1502 വാസ്കോഡഗാമ രണ്ടാമത് വന്ന വർഷം, 1503 ഇന്ത്യയിലെ പോർച്ചുഗീസുകാർ ആദ്യം നിർമ്മിച്ച കോട്ട വൈപ്പിൻ കോട്ട അഥവാ ആയിക്കോട്ട അഥവാ കൊച്ചി കോട്ട എന്നൊക്കെ അറിയപ്പെടുന്ന കോട്ടയാണ് 1503 നിർമ്മിച്ചത്. അടുത്ത വർഷമാണ് 1505. 1505ന്റെ പ്രത്യേകത എന്താണ്? 1505 ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയിയായി ഫ്രാൻസിസ്കോ ഡി അൽമേഡ നിയമിതനാകുന്നത്. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയിയായി ഫ്രാൻസിസ്കോ ഡി അൽമേഡ നിയമിതനായ വർഷമാണ് 1505. ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡ 1505 ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയായി നിയമിതനാകുന്നത്. ഈ 1505 തന്നെയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ കണ്ണൂരിൽ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത്. 1505 തന്നെയാണ് അൽമേഡ കണ്ണൂരിൽ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത്. അപ്പൊ നമുക്ക് 1505 കുറിച്ച് രണ്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നാമത്തേത്, ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി നിയമിതനായത് ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ.
ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയിയായി ഫ്രാൻസിസ്കോ ഡി അൽമേഡ നിയമിതനായ വർഷം 1505 ആ 1505 തന്നെയാണ് അൽമേഡ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത്. സെന്റ് ആഞ്ചലോ കോട്ട കണ്ണൂരിൽ നിർമ്മിച്ച വർഷം. അപ്പൊ നമ്മള് 1498 പഠിച്ചു. എന്താണ് പഠിച്ചത്? 1498 വാസ്കോഡഗാമ ഇന്ത്യയിൽ വരുന്നത്. 1502 വാസ്കോഡഗാമ രണ്ടാം തവണ ഇന്ത്യയിൽ വന്നത്. 1503 പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കോട്ട നിർമ്മിക്കുന്നത്. 1505 ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയിയായി അൽമേഡ നിയമിതനാവുന്നതും അൽമേഡ കണ്ണൂരിൽ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിക്കുന്നതും. അടുത്തതാണ് 1509. 1509 പ്രത്യേകത. 1509 ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയായി അൽബുക്കർക്ക്, അൽഫോൻസോ ഡി അൽബുക്കർക്ക്, ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയായി അൽബുക്കർക്ക് നിയമിതനായ വർഷമാണ് 1509. അപ്പൊ നമ്മൾ മുമ്പേ അത് പഠിച്ചായിരുന്നു. ഇന്ത്യയിലെ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അൽമേഡ, ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അത് ഏതായിരുന്നു വർഷം? 1505 വർഷം. ഇത് 1509 ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയായി അൽബുക്കർക്ക് നിയമിതനായി 1509. അടുത്ത പ്രധാനപ്പെട്ട വർഷമാണ് 1524. 1524. എന്താണ് 1524 പ്രത്യേകത? 1524 വാസ്കോഡഗാമ മൂന്നാം തവണ ഇന്ത്യയിൽ വരുന്നത്. വാസ്കോഡഗാമ മൂന്നാം തവണ ഇന്ത്യയിൽ വരുന്നത് 1524 വന്നപ്പോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു വന്നത്. എങ്ങനെയാണ്? വാസ്കോഡഗാമ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് മൂന്നാം തവണ ഇന്ത്യയിൽ വന്നത്. വാസ്കോഡഗാമ മൂന്നാം തവണ ഇന്ത്യയിൽ വരുന്നത് എങ്ങനെയാണ്? പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട്. അതുപോലെ തന്നെ 1524 തന്നെയാണ് വാസ്കോഡഗാമ മരിക്കുന്നത്. വാസ്കോഡഗാമ മരിച്ച വർഷവും 1524 തന്നെയാണ്. എവിടെ വെച്ചാണ് മരിച്ചത്? കൊച്ചിയിൽ വെച്ച്. കൊച്ചിയിൽ വെച്ചാണ് വാസ്കോഡഗാമ മരിച്ചത്. കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് വാസ്കോഡഗാമയുടെ ശരീരം അടക്കം ചെയ്തത്. അപ്പൊ 1524 പ്രത്യേകത എന്താണ്? 1524 വാസ്കോഡഗാമ മൂന്നാം തവണ ഇന്ത്യയിൽ വരുന്നത്. എങ്ങനെയാ വന്നത്? പോർച്ചുഗീസ് വൈസ്രോയി ആയി. പോർച്ചുഗീസ് വൈസ്രോയി ആയി മൂന്നാം തവണ വാസ്കോഡഗാമ ഇന്ത്യയിൽ വന്ന വർഷമാണ് 1524. അതുകൂടാതെ വാസ്കോഡഗാമ മരിച്ചത് 1524. എവിടെ വെച്ചാണ് മരിച്ചത്? കൊച്ചിയിൽ വെച്ചാണ് മരിച്ചത്. വാസ്കോഡഗാമയുടെ ശരീരം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. 1524. അടുത്ത പ്രധാനപ്പെട്ട വർഷമാണ് 1526. 1526 കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. 1526 പ്രത്യേകത എന്നതാ? ഒന്നാം പാനിപ്പട്ട് യുദ്ധം. ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷമാണ് 1526. ആരൊക്കെ തമ്മില്? ബാബറും ഇബ്രാഹിം ലോധിയും. ബാബറും ലോധിയും തമ്മിൽ നടന്ന യുദ്ധമാണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധം. എന്താ പ്രത്യേകത? മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ച്, മുഗൾ സാമ്രാജ്യം ആരംഭിക്കാൻ കാരണമായ യുദ്ധമാണ് ഒന്നാം പാനിപ്പട്ട് യുദ്ധം. നടന്ന വർഷം 1526. 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടക്കുന്നത്. അപ്പൊ 1509 പ്രത്യേകത എന്നതാ? 1509 അൽബുക്കർക്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയായി നിയമിതനായത്. 1524 പ്രത്യേകത എന്താണ്? 1524 പ്രത്യേകത 1524 വാസ്കോഡഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി മൂന്നാം തവണ ഇന്ത്യയിൽ വരുന്നത്. പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് വരുന്നത് മൂന്നാം തവണ. 1524 തന്നെയാണ് വാസ്കോഡഗാമ മരിക്കുന്നത്. വാസ്കോഡഗാമ മരിച്ച വർഷവും 1524. 1526 എന്താ പ്രത്യേകത? 1526 മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ച യുദ്ധമായ ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം. ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടന്നത് 1526 ബാബറും ഇബ്രാഹിം ലോധിയും തമ്മില്. അപ്പൊ മുഗൾ സാമ്രാജ്യം ആരംഭിച്ച യുദ്ധമാണ്. അപ്പൊ മുഗൾ സാമ്രാജ്യം ആരംഭിച്ച വർഷം ഏതെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ് ഉത്തരം? 1526 തന്നെയാണ്. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ആരാണ്? ബാബറാണ്. അപ്പൊ 1526 മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത്.
അടുത്തതാണ് 1527. 1527 1527 നടന്ന സംഭവം എന്താണ്? 1527 ഖണ്വാ യുദ്ധം നടന്നത്. ഖണ്വാ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ്? ബാബറും റാണാ സംഗയും തമ്മില്. ബാബർ, മുഗൾ സാമ്രാജ്യ സ്ഥാപകനായിരുന്ന ബാബറും മേവാറിലെ രാജാവായിരുന്ന റാണാ സംഗയും തമ്മിൽ നടന്ന യുദ്ധമാണ് ഖണ്വാ യുദ്ധം. അപ്പൊ ഖണ്വാ യുദ്ധം നടന്ന വർഷം 1527. 1527 ഖണ്വാ യുദ്ധം നടന്നത്. അടുത്ത പ്രധാന വർഷമാണ് 1531. 1531 പോർച്ചുഗീസുകാർ ചാലിയം കോട്ട നിർമ്മിക്കുന്നത്. ചാലിയം കോട്ട എവിടെയാണ്? കോഴിക്കോട്. പോർച്ചുഗീസുകാർ ചാലിയം കോട്ട നിർമ്മിച്ച വർഷമാണ് 1531. അടുത്ത പ്രധാന വർഷമാണ് 1534. 1534 കുഞ്ഞാലി ഒന്നാമനെ പോർച്ചുഗീസുകാർ വധിച്ചത്. പോർച്ചുഗീസുകാർ വധിച്ച വർഷമാണ് 1534. 1531 പോർച്ചുഗീസുകാർ കോഴിക്കോട് ചാലിയം കോട്ട നിർമ്മിക്കുന്നത്. 1534 കുഞ്ഞാലി ഒന്നാമനെ പോർച്ചുഗീസുകാർ വധിച്ചത്. അപ്പൊ 1527 ഖണ്വാ യുദ്ധം ബാബറും റാണാ സംഗയും തമ്മില്. 1531 പോർച്ചുഗീസുകാർ കോഴിക്കോട് ചാലിയം കോട്ട നിർമ്മിച്ചത്. 1534 പോർച്ചുഗീസുകാർ കുഞ്ഞാലി ഒന്നാമനെ വധിച്ചത്. അടുത്ത പ്രധാനപ്പെട്ട വർഷമാണ് 1539. 1539 സംഭവിച്ച പ്രധാന സംഭവം എന്താണ്? 1539 ചൗസാ യുദ്ധം. 1539 ചൗസാ യുദ്ധം. ആരൊക്കെ തമ്മില്? ഹുമയൂണും ഷെർഷായും തമ്മില്. ഹുമയൂണും ഷെർഷായും തമ്മിൽ നടത്തിയ യുദ്ധമാണ് ചൗസാ യുദ്ധം 1539. അതുപോലെ തന്നെ 1539 മറ്റൊരു പ്രത്യേകതയാണ് വാസ്കോഡഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയത്. 1539 നമ്മൾ പറഞ്ഞായിരുന്നു 1524 വാസ്കോഡഗാമ മരിക്കുന്നത് കൊച്ചിയിൽ വെച്ച്. വാസ്കോഡഗാമയുടെ ശരീരം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഭൗതിക ശരീരം പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയത് 1539. അടുത്ത പ്രധാന വർഷമാണ് 1540. 1540 പ്രത്യേകത എന്താണ്? 1540 കനൌജ് യുദ്ധം. കനൌജ് യുദ്ധം ആരൊക്കെ തമ്മിലാണ് നടത്തിയത്? ഹുമയൂണും ഷെർഷായും തമ്മിൽ നടത്തിയ യുദ്ധമാണ് കനൌജ് യുദ്ധം. കനൌജ് യുദ്ധം നടന്ന വർഷം 1540. അടുത്തതാണ് 1542. 1542 പ്രത്യേകത അക്ബർ ജനിച്ച വർഷം. മഹാനായ അക്ബർ അല്ലെ, മുഗൾ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്നു അക്ബർ. അക്ബർ ജനിച്ച വർഷമാണ് 1542. അടുത്ത പ്രധാനപ്പെട്ട വർഷമാണ് 1555. 1555 പ്രത്യേകത എന്താണ്? 1555 പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ മട്ടാഞ്ചേരി കൊട്ടാരം നിർമ്മിക്കുന്നത്. മട്ടാഞ്ചേരി കൊട്ടാരം. എന്താ ഈ മട്ടാഞ്ചേരി കൊട്ടാരത്തിന്റെ പ്രത്യേകത? മട്ടാഞ്ചേരി കൊട്ടാരത്തിന്റെ പ്രത്യേകത ഇന്ത്യയിൽ കേരളീയ മാതൃകയിൽ നിർമ്മിച്ച ആദ്യ കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. ഇന്ത്യയില് യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. അപ്പൊ നമ്മൾ ആദ്യം ഒരു കോട്ടയുടെ പേര് പഠിച്ചു ഓർക്കുന്നുണ്ടോ? ആദ്യം ഒരു കോട്ടയുടെ പേര് എന്തായിരുന്നു? കോട്ട വൈപ്പിൻ കോട്ട, പള്ളിപ്പുറം കോട്ട, ആയിക്കോട്ട, മാനുവൽ കോട്ട എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലായിരുന്നു? അതെന്താണ്? ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യ കോട്ട.
ഇതെന്താണ്? കൊട്ടാരം, മട്ടാഞ്ചേരി കൊട്ടാരം. ഇന്ത്യയിലെ കേരളീയ മാതൃകയിൽ നിർമ്മിച്ച ആദ്യ കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. ഇതിന്റെ മറ്റൊരു പേരാണ് ഡച്ച് കൊട്ടാരം. അപ്പൊ ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്നതും മട്ടാഞ്ചേരി കൊട്ടാരമാണ്. അപ്പൊ നമ്മളോട് ഡച്ച് കൊട്ടാരം പണിതത് ആരാന്ന് ചോദിക്കുമ്പോൾ ഡച്ചുകാരെന്നാണോ ഉത്തരം? അല്ല, മട്ടാഞ്ചേരി കൊട്ടാരം ഡച്ച് കൊട്ടാരം. ഇത് ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്നത് ഇത് പിന്നീട് ഡച്ചുകാര് പുതുക്കി പണിതായിരുന്നു. മട്ടാഞ്ചേരി കൊട്ടാരം ഡച്ചുകാര് പുതുക്കി പണിതായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ഡച്ച് കൊട്ടാരം എന്ന് പേര് വന്നത് കേട്ടോ. അപ്പൊ 1555 മട്ടാഞ്ചേരി കൊട്ടാരം. അപ്പൊ 1539 ചൗസാ യുദ്ധം, 1540 കനൌജ് യുദ്ധം, 1542 അക്ബർ ജനിക്കുന്നു, 1555 മട്ടാഞ്ചേരി കൊട്ടാരം നിർമ്മിച്ച വർഷം. ഈ 1539 തന്നെ വേറൊരു പ്രത്യേകതയാണ്. എന്താണ്? പോർച്ചുഗീസിലേക്ക് വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം കൊണ്ടുപോയ വർഷം. അടുത്ത പ്രധാനപ്പെട്ട വർഷമാണ് 1556. 1556 എല്ലാവർക്കും അറിയാം അല്ലെ? എന്താ പ്രത്യേകത? 1556 അക്ബർ കിരീടധാരണം നടത്തിയത്. അപ്പൊ അക്ബർ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അക്ബർ കിരീടധാരണം നടന്ന വർഷം. അക്ബർ കിരീടധാരണം നടത്തിയ വർഷം. അക്ബറുടെ കിരീടധാരണം നടന്ന വർഷമാണ് 1556. എവിടെ വെച്ച്? കലനാവൂരിൽ വെച്ച് അക്ബറുടെ കിരീടധാരണം നടന്ന വർഷമാണ് 1556. അതുകൂടാതെ 1556 പ്രത്യേകത എന്താണ്? രണ്ടാം പാനിപ്പട്ട് യുദ്ധം നടന്നത് 1556. ആരൊക്കെ തമ്മില്? അക്ബറും ഹെമവും തമ്മിലായിരുന്നു യുദ്ധം. അപ്പൊ 1556 പ്രത്യേകതയാണ് അക്ബറുടെ കിരീടധാരണം നടന്ന വർഷം, അതുപോലെ തന്നെ രണ്ടാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം. അടുത്ത പ്രധാനപ്പെട്ട വർഷമാണ് 1564. 1564 പ്രത്യേകത എന്താണ്? 1564 അക്ബർ ജസിയ നിർത്തലാക്കിയത്. അക്ബർ ജസിയ എന്ന മതനികുതി. എന്താണ് ജസിയ? ജസിയ എന്ന് പറയുന്ന നികുതി ഫിറോസ് ഷാ തുഗ്ലക്ക് ഹിന്ദുക്കളുടെ മേൽ അടിച്ചേൽപ്പിച്ച നികുതിയായിരുന്നു ജസിയ. ഈ ജസിയ നികുതി നിർത്തലാക്കിയത് അക്ബറാണ്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇത് കേട്ടോ. ജസിയ നിർത്തലാക്കിയത് 1564. ആരാ നിർത്തലാക്കിയത്? അക്ബർ. ആരംഭിച്ചത് ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്ക്. അടുത്ത പ്രധാനപ്പെട്ട വർഷമാണ് 1568. 1568 പ്രത്യേകത എന്താണ്? 1568 മട്ടാഞ്ചേരി ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷമാണ് 1568. മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ കഴിഞ്ഞ 2017 LDC എറണാകുളം ജില്ലയിൽ ചോദിച്ച ചോദ്യമാണ്. മട്ടാഞ്ചേരി ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം ഏതാണെന്ന്. 1568. 1568 മട്ടാഞ്ചേരി ജൂതപ്പള്ളി പണി കഴിപ്പിച്ചത്. അടുത്തതാണ് 1569. 1569 പ്രത്യേകത. 1569 അക്ബർ ഫത്തേപൂർ സിക്രി പണി കഴിപ്പിച്ചത്. എന്താ ഫത്തേപൂർ സിക്രി എന്ന് പറഞ്ഞാല്? അക്ബർ നിർമ്മിച്ച നഗരമാണ്. അക്ബർ ആഗ്രയിൽ നിർമ്മിച്ച നഗരമാണ് ഫത്തേപൂർ സിക്രി. അക്ബർ ആഗ്രയിൽ നിർമ്മിച്ച നഗരമാണ് ഫത്തേപൂർ സിക്രി. അക്ബർ ഫത്തേപൂർ സിക്രി നിർമ്മിച്ച വർഷം ഏതാണ്? 1569. അപ്പൊ നമ്മൾ നോക്കി 1556 എന്താണ് പ്രത്യേകത? അക്ബറുടെ കിരീടധാരണം നടന്ന വർഷം, അതുപോലെ തന്നെ രണ്ടാം പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം 1556. അടുത്ത 1564 എന്താ പ്രത്യേകത? അക്ബർ ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ വർഷമാണ് 1564. അടുത്ത വർഷമാണ് 1568. എന്താണ്? മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷമാണ് 1568. അടുത്തതാണ് 1569. എന്താ പ്രത്യേകത? അക്ബർ ഫത്തേപൂർ സിക്രി പണി കഴിപ്പിച്ചു. അക്ബർ നിർമ്മിച്ച നഗരമാണ് ഫത്തേപൂർ സിക്രി. ഏത് വർഷമാണ് പണിതത്? 1569.
അടുത്ത പ്രധാനപ്പെട്ട വർഷമാണ് 1571. 1571. എന്താണ് 1571 എന്ന പ്രധാന സംഭവം? 1571 കുഞ്ഞാലി മൂന്നാമൻ ചാലിയം കോട്ട തകർത്തത്. നമുക്കറിയാം ചാലിയം കോട്ട പണിത വർഷം ഏതാ? 1531. 1531 ചാലിയം കോട്ട നിർമ്മിച്ചത്. 1571 കുഞ്ഞാലി മൂന്നാമൻ ചാലിയം കോട്ട തകർത്തത്. ചാലിയം കോട്ട തകർത്ത വർഷമാണ് 1571. അടുത്ത പ്രധാനപ്പെട്ട വർഷമാണ് 1575. 1575 പ്രത്യേകത എന്താ? 1575 പ്രത്യേകത 1575 അക്ബർ ബുലന്ദ് ദർവാസ പണി കഴിപ്പിച്ചത്. ബുലന്ദ് ദർവാസ എന്താ? ബുലന്ദ് ദർവാസ അക്ബർ സ്ഥാപിച്ച നഗരം ഓർമ്മയുണ്ടോ? അക്ബർ ആഗ്രയിൽ പണിത നഗരം ഫത്തേപൂർ സിക്രി. അക്ബറിന്റെ നഗരമായ ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ. എന്താ ബുലന്ദ് ദർവാസ? ഫത്തേപൂർ സിക്രിയുടെ നമ്മൾ പഠിച്ചായിരുന്നു. അക്ബർ ആഗ്രയിൽ നിർമ്മിച്ച നഗരമാണ് ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ. ബുലന്ദ് ദർവാസ പണി കഴിപ്പിച്ച വർഷമാണ് 1575. ഇപ്പൊ ബുലന്ദ് ദർവാസ പണി കഴിപ്പിച്ചത് ആരാണ്? അക്ബറാണ്. ഇപ്പൊ 1575. അടുത്ത 1582. 1582 എന്താണ് 1582 പ്രത്യേകത? അക്ബർ ദിൻ ഇലാഹി മതം അക്ബർ സ്ഥാപിച്ച മതമാണ് ദിൻ ഇലാഹി. അത് സ്ഥാപിച്ച വർഷമാണ് 1582. അക്ബർ ദിൻ ഇലാഹി മതം സ്ഥാപിച്ച വർഷം 1582. അപ്പൊ 1571 എന്താണ് പ്രത്യേകത? കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ ചാലിയം കോട്ട തകർത്തു. 1575 അക്ബർ ബുലന്ദ് ദർവാസ പണി കഴിപ്പിച്ചത്. 1582 അക്ബർ ദീൻ ഇലാഹി മതം സ്ഥാപിച്ചത്. അടുത്ത പ്രധാനപ്പെട്ട വർഷമാണ് 1583. 1583 എന്താണ് 1583? 1583 മാസ്റ്റർ റാൽഫ് ഫിച്ച് ഇന്ത്യയിൽ എത്തുന്നത്. മാസ്റ്റർ റാൽഫ് ഫിച്ച് ആരാ? മാസ്റ്റർ റാൽഫ് ഫിച്ച് ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. മാസ്റ്റർ റാൽഫ് ഫിച്ച് ഇന്ത്യയിലെത്തിയ വർഷമാണ് 1583. ആരാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്? ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. മാസ്റ്റർ റാൽഫ് ഫിച്ച് എത്തിയ വർഷം 1583. അടുത്ത പ്രധാനപ്പെട്ട വർഷമാണ് 1595. 1595 ഡച്ചുകാർ ഇന്ത്യയിലെത്തിയത്. ഡച്ചുകാർ ഇന്ത്യയിലെത്തിയ വർഷം 1595. ഡച്ചുകാർ ഇന്ത്യയിലെത്തിയ വർഷം 1595. ഇത് കഴിഞ്ഞ് നടന്ന പ്രധാന സംഭവമാണ് 1599. 1599 നടന്ന പ്രധാന സംഭവമാണ് ഉദയംപേരൂർ സൂനഹദോസ്. ഉദയംപേരൂർ സൂനഹദോസ് നടന്ന വർഷം 1599. എന്താണ് ഉദയംപേരൂർ സൂനഹദോസ്? പാശ്ചാത്യ റോമൻ കത്തോലിക്ക പ്രതിനിധികൾ വിളിച്ചു ചേർത്ത മതസമ്മേളനമാണ് ഉദയംപേരൂർ സൂനഹദോസ്. എന്താണ്? പാശ്ചാത്യ റോമൻ കത്തോലിക്ക പ്രതിനിധികൾ വിളിച്ചു ചേർത്ത മതസമ്മേളനമാണ് ഉദയംപേരൂർ സൂനഹദോസ്. ഏത് ജില്ലയിൽ? എറണാകുളം ജില്ലയിൽ. ഉദയംപേരൂർ സൂനഹദോസ് വിളിച്ചു ചേർത്ത ജില്ല എറണാകുളം ജില്ല. ഉദയംപേരൂർ സൂനഹദോസ്. അടുത്ത പ്രധാനപ്പെട്ട വർഷമാണ് 1600. 1600 എന്താണ് പ്രത്യേകത? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം 1600. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ട വർഷമാണ് 1600. ആരാണ് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപകൻ എന്നറിയാമോ? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപകനാണ് ജോൺ വാട്സ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപകൻ ജോൺ വാട്സ് ആണ്. ജോൺ വാട്സ്.
1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപം കൊണ്ടു. സ്ഥാപകൻ ജോൺ വാട്സ് ആണ്. 1583 പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫിച്ച് ഇന്ത്യയിലെത്തിയ വർഷമാണ് 1583. 1595 ഡച്ചുകാർ ഇന്ത്യയിലെത്തിയ വർഷമാണ് 1595. 1599 ഉദയംപേരൂർ സൂനഹദോസ് നടന്ന വർഷമാണ് 1599. 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ജോൺ വാട്സ് ആണ് സ്ഥാപിച്ചത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷമാണ് 1600. നമ്മള് 1498 മുതൽ 1600 വരെയുള്ള കാലത്ത് ഇന്ത്യ ചരിത്രത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നോക്കിയത്. എല്ലാവരും അത് നോട്ടായിട്ട് എഴുതിയെടുത്തിട്ടുണ്ട് എന്ന് കരുതുന്നു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.